ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ചിറ്റൂർ പ്രദേശത്തെ വരൾച്ചയും കുടിവെള്ളക്ഷാമവും പരിഹരിക്കുന്നതിന് മെയ് 1 വരെ 250 ക്യൂസെക്സ് വെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു തമിഴ്നാട് ചീഫ് സെക്രട്ടറി ശിവദാസ് മീണയ്ക്ക് കത്തയച്ചു. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം ഒരു ജലവർഷത്തിൽ മണക്കടവ് വേറിൽ 7250 TMC ജലത്തിന് കേരളത്തിന് അർഹതയുണ്ടെന്ന് കത്തിൽ ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. ഇത് പ്രകാരം നിലവിലെ ജലവർഷമായ 2023-24 മാർച്ച് 2ാമത്തെ ആഴ്ച വരെ 6320 ദശലക്ഷം ക്യൂബിക്കടി വെള്ളം കേരളത്തിന് ലഭ്യമാക്കേണ്ടതാണ്. എന്നാൽ 4803 ക്യൂബിക്കടി വെള്ളമാണ് ലഭിച്ചത്. ചിറ്റൂർ മേഖലയിലെ വരൾച്ചയും കുടിവെള്ളക്ഷാമവും പരിഹരിക്കുന്നതിനായി വെള്ളം മണക്കടവിലൂടെ ലഭ്യമാക്കണമെന്നും ചീഫ് സെക്രട്ടറി കത്തിൽ ആവശ്യപ്പെട്ടു. ചാലക്കുടി യാർഡിൽ ട്രാക്ക് മെഷീൻ പണികൾ നടക്കുന്നതിനാൽ ഇന്ന് ചില ട്രെയിൻ സർവീസുകളിൽ പുനഃക്രമീകരണം ഏർപ്പെടുത്തി. എറണാകുളം കോട്ടയം പാസഞ്ചർ, ഷൊർണൂർ എറണാകുളം ജംഗ്ഷൻ മെമു സർവീസുകൾ റദ്ദാക്കി. ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് യാത്ര പുറപ്പെടും. നവീകരണ പ്രവർത്തനം നടക്കുന്ന തിരുവനന്തപുരം ആൽത്തറ തൈക്കാട് റോഡിൽ ആദ്യഘട്ട ടാറിംഗ് പൂർത്തീകരിച്ച മാനവീയം വീഥി മുതൽ ഫോറസ്റ്റ് ഓഫീസ് വരെ റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകി. ഇതുവഴി 2 വരി ഗതാഗതം ആരംഭിച്ചു. ഡക്റ്റുകൾ നിർമ്മിക്കുന്ന ജോലിയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. കേബിളുകൾ ഡക്റ്റിലൂടെ കടത്തിവിട്ട ശേഷം റോഡ് പ്രവൃത്തി പൂർത്തിയാകുന്ന മുറയ്ക്ക് ഘട്ടം ഘട്ടമായി റോഡുകൾ തുറന്നു നൽകാനാണ് തീരുമാനം. കൃഷി, സയൻസ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ ബിരുദാനന്തര PhD ഡിഗ്രി ഉള്ളവർക്ക് ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം വിവിധ മേഖലകളിൽ 1 വർഷം വരെയുള്ള നൈപുണ്യ വികസന പരിശീലനം നൽകുന്നു. കൃഷിശാസ്ത്രത്തിന്റെ ആധുനിക മേഖലകളിലെ വിവിധ വിഷയങ്ങൾ തെരഞ്ഞെടുത്ത് പരീക്ഷണശാലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയിൽ ചേരാൻ താൽപര്യമുള്ളവർ CTCRA വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോറം ഡൌൺലോഡ് ചെയ്ത് അപേക്ഷിക്കണം. ഒരു വിഭാഗം ഇതര സംസ്ഥാന തൊഴിലാളികൾ നിയമം കയ്യിലെടുത്ത് മനുഷ്യജീവനുകൾ പന്താടുന്നത് അവസാനിപ്പിക്കുന്നതിന് ഒരു സമഗ്ര പ്രവർത്തന പദ്ധതി തയ്യാറാക്കി 1 മാസത്തിനകം സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന പോലീസ് മേധാവിക്കും തൊഴിൽ വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറിക്കുമാണ് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. ജൂണിൽ കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 6415 രൂപയും പവന് 360 രൂപ കുറഞ്ഞ് 51320 രൂപയുമാണ് ഇന്നത്തെ വില. കഴിഞ്ഞ മാസം 29 മുതൽ പവന് 50,000 രൂപയ്ക്ക് മുകളിലാണ് സ്വർണ്ണവില.